നമസ്കാരം. യശോദാനന്ദൻ ഗോവിന്ദയിലേക്ക് ഏവർക്കും സ്വാഗതം. ഭക്ഷണത്തിന്റെ നിയന്ത്രണങ്ങൾ മാത്രമാണോ ഏകാദശി വ്രതത്തിന്റെ പ്രാധാന്യം? ഒരിക്കലുമല്ല. എങ്കിലും ചില നിയന്ത്രണങ്ങൾ ഭക്ഷണത്തിന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഏകാദശി ദിവസം ധാന്യങ്ങളിൽ പാപമനുഷ്യൻ ജീവിക്കുന്നുണ്ട് എന്നാണ് വിശ്വാസം. കലി ജീവിക്കുന്നുണ്ട് എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ധാന്യങ്ങൾ, അരി, ഗോതമ്പ്, റാഗി, ഓട്സ്, എല്ലാ പയറുവർഗ്ഗങ്ങളിലും അന്നേ ദിവസം പാപമനുഷ്യൻ വസിക്കുന്നുണ്ടെന്നാണ് വിശ്വാസം. അതുകൊണ്ട് ഏകാദശി ദിവസം ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഒന്നും കഴിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെ കഴിക്കാം? പാലുൽപ്പന്നങ്ങൾ, പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, മണ്ണിനടിയിൽ പിടിക്കുന്ന കിഴങ്ങുകൾ, കപ്പലണ്ടി, ചൗവരി, സാവുദാന, ഇതൊക്കെ നമ്മൾക്ക് കഴിക്കാവുന്നതാണ്. പലരും പറയാറുണ്ട് ഏകാദശി വ്രതം എടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ മെഡിസിൻ എടുക്കുന്നത് കൊണ്ട്, ഈ ഭക്ഷണത്തിൻ്റെ ഈ നിയന്ത്രണങ്ങൾ ഉള്ളത് കൊണ്ട് ഏകാദശി വ്രതം എടുക്കാൻ സാധിക്കുന്നില്ലെന്ന് പലരും പറയുന്ന ഒരു സങ്കടമാണ്. അതുകൊണ്ട് ഇന്ന് ഞാനിവിടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഭക്ഷണം, അത് ഹെൽത്തി ഫുഡും കൂടാണ്. ആ ഒരു ഭക്ഷണം നമ്മൾക്ക് തയ്യാറാക്കി കഴിക്കുകയാണെങ്കിൽ മെഡിസിൻ എടുക്കുന്നവർക്കും ഏകാദശി വ്രതം എടുക്കാവുന്നതാണ്. അത്യാവശ്യം വയറ് നിറയുന്നതും ഹെൽത്തി ആയിട്ടുള്ളതും നമ്മൾക്ക് ശരീരത്തിന് കുറച്ച് ഊർജം നൽകുന്നതുമായിട്ടുള്ള ഒരു സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഭക്ഷണമാണ്. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 ലിറ്റർ പാൽ, ചൗവരി അല്ലെങ്കിൽ സാവുദാന, ക്യാരറ്റ്, നെയ്യ്, ഉണക്കമുന്തിരിങ്ങ, തേങ്ങാക്കൊത്ത്, പിന്നീട് കപ്പലണ്ടി, അണ്ടിപ്പരിപ്പ്, ബദാം, ഇങ്ങനെയുള്ളതൊന്നും നമ്മൾ ഏകാദശി ദിവസം കഴിക്കുന്നതല്ല. അല്ലാത്ത ദിവസമാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ നമ്മൾക്ക് ഇതൊക്കെ ചേർക്കാവുന്നതാണ്. പിന്നീട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുള്ള ഫ്രൂട്ട്സുകളൊക്കെ അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. പോമഗ്രാനൈറ്റ്, ആപ്പിൾ ചെറുതായിട്ട് നുറുക്കിയത്, പിന്നീട് ഗ്രേപ്സ്, എന്താണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സുകളൊക്കെ നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു 1/2 കപ്പ് ചൗവരി, അതായത് നമുക്ക് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ചൗവരി കുറച്ച് ശുദ്ധജലമൊഴിച്ച് 1/2 മണിക്കൂർ കുതിർക്കാനായിട്ട് വയ്ക്കുക. പിന്നീട് ക്യാരറ്റ് വൃത്തിയാക്കി അതിൻ്റെ തൊലിയൊക്കെ ചുരണ്ടി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം ചൗവരി കുതിർന്നതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ മാറ്റി ചൗവരി റെഡിയാക്കി വെക്കുക. ശേഷം ഒരു ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ച് അതിൽ നെയ്യ് ഒഴിച്ചിട്ട് തേങ്ങാക്കൊത്തും, കപ്പലണ്ടി ആവശ്യമുണ്ടെങ്കിൽ കപ്പലണ്ടി ചേർക്കുക, ഉണക്കമുന്തിരിങ്ങ ആവശ്യമുണ്ടെങ്കിൽ ചേർക്കുക. എന്തൊക്കെയാണ് ചേർക്കാൻ ആഗ്രഹം അതൊക്കെ ചേർക്കാവുന്നതാണ്. തേങ്ങാക്കൊത്തും ചേർക്കുമ്പോൾ വളരെ ടേസ്റ്റാണ്. ഉണക്കമുന്തിരിങ്ങയും തേങ്ങാക്കൊത്തും ചേർക്കുമ്പോൾ വളരെ ടേസ്റ്റാണ്. എനിക്ക് കപ്പലണ്ടി ചേർക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. ചേർക്കാൻ ആഗ്രഹമുള്ളവർക്ക് ചേർക്കാം. അണ്ടിപ്പരിപ്പും ബദാമും ഒന്നും ചേർക്കരുത് ഏകാദശി ദിവസം ആയതുകൊണ്ട്. പിന്നീട് ഇത് വറുത്തത് മാറ്റി വയ്ക്കുക. ആ പാത്രത്തിൽ തന്നെ കുറച്ച് നെയ്യും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് വഴറ്റിയെടുക്കുക. അതായത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒരു 2-3 മിനിറ്റ് ആ എണ്ണയിൽ വഴറ്റിയതിന് ശേഷം അതും മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചതിന് ശേഷം ആ പാത്രത്തിൽ തന്നെ നമുക്ക് 1/2 ലിറ്റർ പാലൊഴിച്ച് ആ കുതിർത്ത ചൗവരി, വെള്ളം മാറ്റി വെച്ചിരിക്കുന്ന വെള്ളം അല്പം പോലും ഉണ്ടാകരുത്, ആ ചൗവരി ചേർത്ത് പാലിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു 2 മിനിറ്റ് ഇളക്കി വേവിച്ച് ആ ചൗവരി ഏകദേശം വെന്ത് വരുമ്പോൾ ആ ചൗവരിയിൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റവും, അതായത് ക്യാരറ്റ്,
ഉണക്കമുന്തിരിങ്ങ, തേങ്ങാക്കൊത്ത് ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി ക്യാരറ്റ് അതൊന്ന് കുറച്ച് വെന്ത് വരുന്നത് വരെ ഒരു 2-3 മിനിറ്റ് ഇളക്കി കൈയെടുക്കാതെ ഇളക്കി വേവിക്കുക. അതിനുശേഷം നമ്മൾ മധുരത്തിന് ഒന്നുകിൽ ശർക്കര അതല്ലെങ്കിൽ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇവിടെ പാലിന് പകരം തേങ്ങാപ്പാലും ഉപയോഗിക്കാവുന്നതാണ്. പാലാണ് ചേർക്കുന്നതെങ്കിൽ ശർക്കര ഉരുക്കി മാറ്റി വയ്ക്കുക. ഈ ശർക്കര ഉരുക്കിയത് തണുത്തതിന് ശേഷം മാത്രമേ പാലാണെങ്കിൽ ചേർക്കാൻ പാടുള്ളൂ. കാരണം പാലിൽ ചൂടുള്ള ശർക്കര പാനി ചേർത്താൽ പാല് പെട്ടെന്ന് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ശർക്കര പാനി അയച്ചത് തണുത്തതിന് ശേഷം മാത്രം പാൽ മിശ്രിതത്തിൽ ചേർക്കുക. ഇത് ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഏലക്കാപ്പൊടി ചേർക്കുക. അപ്പം നല്ല മണത്തിനും കുറച്ചുകൂടി ടേസ്റ്റിനും ഏലക്കാപ്പൊടി കൂടി ചേർത്ത് ഇളക്കി മാറ്റിവെക്കുക. തണുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സുകളൊക്കെ ചേർക്കാം. ഇത് മാത്രം മതി. പിന്നീട് നമ്മുടെ കയ്യിൽ പോമഗ്രനേറ്റോ ആപ്പിളോ അതല്ലെങ്കിൽ ഗ്രേപ്സോ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാമ്പഴമോ ഒക്കെ നമുക്ക് ചേർക്കാവുന്നതാണ്. ഞാൻ സാധാരണ ഒന്നും ചേർക്കാറില്ല. ഇത് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് കഴിക്കുകയാണെങ്കിൽ മെഡിസിനൊക്കെ എടുക്കുന്നവർക്ക് ഇതൊരു 2-3 നേരമായിട്ട് കഴിച്ചാൽ ആ വയറ് നല്ല ഫുള്ളായിട്ടിരിക്കും. നമുക്ക് വിശപ്പൊന്നും തോന്നില്ല. ഒരു നല്ല എനർജി ഉണ്ടാകും. പിന്നീട് കഴിക്കാൻ ടേസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് കഴിക്കാനും കൂടുതൽ ഇഷ്ടമായിരിക്കും. എല്ലാവരും ഈ ഒരു ഭക്ഷണം ഒന്ന് തയ്യാറാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഇത് വൈശാഖ മാസമാണ്. അതുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ എഴുതി തീർച്ചയായും കമൻറ്റ് ചെയ്യണം. ഭഗവാന്റെ നാമങ്ങൾ എഴുതിയിടൂ. എത്രത്തോളം എഴുതാൻ പറ്റുന്നോ അത്രയും നമ്മൾ നാമങ്ങൾ എഴുതുക. ആ പുണ്യം നേടാൻ ശ്രമിക്കുക. ഞാൻ സാധാരണ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ഒന്നും പറയാറില്ല. പക്ഷേ ഞാനിപ്പോൾ പറയുകയാണ്, തീർച്ചയായും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ തീർച്ചയായും മാക്സിമം ഷെയർ ചെയ്യണം. ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആവശ്യപ്പെടുന്നത്. തീർച്ചയായും ഷെയർ ചെയ്യണം. എല്ലാവർക്കും പൊന്നു ഗുരുവായൂരപ്പൻ്റെയും രാധാദേവിയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ യശോദാനന്ദൻ ഗോവിന്ദയിൽ.